രാഷ്ട്രത്തിനു വേണ്ടി മരിച്ച ധീര യോദ്ധാക്കളെ കുറിച്ച് പാടുവാൻ മലയാളത്തിൽ കവികളില്ല. അഫ്സൽ ഗുരുവിന് വേണ്ടി കണ്ണീരൊഴുക്കുവാൻ വിശ്വപൗരനായ ശശി തരൂർ ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ, ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ചിത്രത്തിൽ ഇല്ലാതെ പോയി. ഒരൊറ്റ അബദ്ധം അദ്ദേഹം ചെയ്തു. കോഴിക്കോട് വന്നിട്ട്, ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ട്, കടപ്പുറത്ത് വന്നിട്ട് ഹമാസിനെ ഭീകരന്മാർ എന്നങ്ങ് പറഞ്ഞു പോയി. ഹമാസ് ഭീകരന്മാർ എന്ന് പറഞ്ഞപ്പോൾ MK മുനീർ തിരുത്തി, ചിത്രത്തിലില്ല വിശ്വപൗരൻ. അദ്ദേഹത്തിന്റെ കഴിവുകളെ ഉപയോഗിക്കുവാൻ രാഷ്ട്രത്തിന് കഴിഞ്ഞിട്ടുമില്ല. എന്തൊരു കഴിവുള്ള മനുഷ്യനാണ്. നമ്മൾ ആരോപണങ്ങളെ കുറിച്ചാണ് ചിന്തിക്കുക. അദ്ദേഹത്തിന്റെ അപാര സാധ്യതയുള്ള കഴിവുകൾ, ലോകരാജ്യങ്ങളുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ബന്ധം, അണ്ടർ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹത്തിന്റെ കഴിവുകൾ അപാരമാണ്. പക്ഷേ സത്യം വിളിച്ചു പറഞ്ഞു ഹമാസ് ഭീകരന്മാരാണെന്ന് ചിത്രത്തിൽ ഇല്ലാതെ പോകുന്ന ഒരു വർത്തമാന കാലഘട്ടത്തിൽ രാഷ്ട്രത്തിനു വേണ്ടി മരിച്ച ധീര യോദ്ധാക്കളെ കുറിച്ച് പാടുവാൻ മലയാളത്തിൽ കവികളില്ല. അഫ്സൽ ഗുരുവിന് വേണ്ടി കണ്ണീരൊഴുക്കുവാൻ വിശ്വപൗരനായ ശശി തരൂർ ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ, ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ചിത്രത്തിൽ ഇല്ലാതെ പോയി. ഒരൊറ്റ അബദ്ധം അദ്ദേഹം ചെയ്തു. കോഴിക്കോട് വന്നിട്ട്, ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ട്, കടപ്പുറത്ത് വന്നിട്ട് ഹമാസിനെ ഭീകരന്മാർ എന്നങ്ങ് പറഞ്ഞു പോയി. ഹമാസ് ഭീകരന്മാർ എന്ന് പറഞ്ഞപ്പോൾ MK മുനീർ തിരുത്തി, ചിത്രത്തിലില്ല വിശ്വപൗരൻ. അദ്ദേഹത്തിന്റെ കഴിവുകളെ ഉപയോഗിക്കുവാൻ രാഷ്ട്രത്തിന് കഴിഞ്ഞിട്ടുമില്ല. എന്തൊരു കഴിവുള്ള മനുഷ്യനാണ്. നമ്മൾ ആരോപണങ്ങളെ കുറിച്ചാണ് ചിന്തിക്കുക. അദ്ദേഹത്തിന്റെ അപാര സാധ്യതയുള്ള കഴിവുകൾ, ലോകരാജ്യങ്ങളുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ബന്ധം, അണ്ടർ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹത്തിന്റെ കഴിവുകൾ അപാരമാണ്. പക്ഷേ സത്യം വിളിച്ചു പറഞ്ഞു ഹമാസ് ഭീകരന്മാരാണെന്ന് ചിത്രത്തിൽ ഇല്ലാതെ പോകുന്ന ഒരു വർത്തമാന കാലഘട്ടത്തിൽ